ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചൂസ് പിക്ചർ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ വിജയത്തിലും നിങ്ങളുടെ ആ ഒരു എല്ലാ കാര്യത്തിലും തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി ആരാണ് എന്ന് നോക്കാനാണ്. അതായത് അവർക്ക് നിങ്ങളുടെ സന്തോഷമൊന്നും ഇഷ്ടമില്ല. അപ്പോൾ ആ വ്യക്തി ആരാണെന്ന് നമുക്ക് നോക്കാം. ആ വ്യക്തി നിങ്ങളോട് വളരെ ശത്രുവിൻ്റെ ഭാവത്തിലാണ് ബിഹേവ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി ആരാണെങ്കിലും അവരുടെ ആ ഒരു സ്ഥിതി എന്താണോ അതിൽ നിന്ന് ഓടി മറയുന്ന വ്യക്തിയാണ്. അതിനെ നിന്ന് പോരാടി വിജയിക്കുന്ന വ്യക്തിയല്ല, അതിൽ നിന്ന് ഓടി മാറിപ്പോകുന്ന വ്യക്തിയാണിവർ. ഇവിടെ ലൈഫിൽ എത്ര തന്നെ മോശം സ്ഥിതി വന്നാലും നമ്മൾ അതിനെ നേരിടും. പക്ഷേ ഈ വ്യക്തി അങ്ങനെയല്ല, ഒരു നെഗറ്റീവായിട്ടുള്ള വ്യക്തിയും കൂടെയാണ് ഇവർ. ഇവർ പരിസ്ഥിതികൾ എന്താണോ അതിനോട് ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തി അല്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഒരു മെച്യൂറായിട്ടുള്ള ഒരു വ്യക്തിയല്ല ഇവർ. ഇവരുടെ ആ ഒരു വാക്കുകളിൽ അതിൻ്റെ ആ ഒരു ശക്തി അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഇവിടെ ഇവർക്ക് ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിക്കുന്ന കാര്യത്തിനെക്കുറിച്ച് ഒട്ടും തന്നെ ഇഷ്ടമുള്ള കാര്യമല്ല. അതിന് പകരം അവർ ആ പ്രശ്നങ്ങളിൽ നിന്ന് ഓടി മാറുകയാണ് ചെയ്യുന്നത്. ഇവരെ നിങ്ങൾ എപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം ഇവർ പ്രശ്നങ്ങളിൽ നിന്ന് ഓടി മറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ ഒരിക്കലും സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുകയോ അല്ലെങ്കിൽ സത്യത്തിന് വേണ്ടി സംസാരിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. ഇവരുടെ പ്രശ്നങ്ങൾ എന്താണോ അതിൽ നിന്ന് ഇവർ ഓടി മറയും. ഇവിടെ എല്ലാ സിറ്റുവേഷനിൽ നിന്നും ഓടി മറയുക, അതാണ് ഇവർക്ക് മെയിനാണ് ഇഷ്ടം. അല്ലാതെ അവിടെ നിന്നുകൊണ്ട് ആ ഒരു സിറ്റുവേഷനെ പോരാടുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. ഇവർക്ക് തോന്നുന്നത് സങ്കടത്തിൽ നിന്ന് എത്രത്തോളം പോയി മാറിയുമോ അത്രത്തോളം നല്ലതാണ് എന്നാണ് ഇവർക്ക് തോന്നുന്നത്. അതായത് ഒരു കൂട്ടം ആൾക്കാരിൻ്റെ കൂടെ ഇവർ പോവുകയാണെങ്കിൽ ഇവർ ഒളിച്ചായിരിക്കും പോകുന്നത്, ആരുടെയും കണ്ണിൽപ്പെടാതെ. അതാണ് ഇവർക്കിഷ്ടം. അതായത് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ ഇവരെ കൊണ്ട് സാധിക്കത്തില്ല. എവിടെയാണോ നമ്മൾ സംസാരിക്കേണ്ടത് അവിടെ പോലും ഇവർ മൗനം ധാരണം ചെയ്യുന്ന വ്യക്തിയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സഹായവും വേണ്ട സമയത്ത് ലഭിച്ചിട്ടില്ല. അതായത് മനുഷ്യനൊരു സഹായം വേണ്ട ഒരു സമയം ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് ഇവരുടെ ഭാഗത്തു നിന്നൊരു സഹായം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ആ ഒരു സമയം ഇവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാതെ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഓരോ ആൾക്കാരുടെയും ഒരു താല്പര്യമാണ്, ഇഷ്ടമാണ്. നമുക്ക് ആരെയും അവരോട് പറഞ്ഞ് എന്നെ സഹായിക്കൂ എന്ന് അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. എപ്പോഴൊക്കെ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുമോ അപ്പോഴെല്ലാം ഇവർ എന്തെങ്കിലും രീതിയിൽ തടസ്സം സൃഷ്ടിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഒരു സമയം ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ള വിശ്വാസം കുറഞ്ഞതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഇവരുടെ ആ ഒരു എന്താണ് നിങ്ങളോടുള്ള ആ ഒരു ഭാവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ നിങ്ങൾ ഇവരെ വിശ്വസിക്കാതിരിക്കാൻ തുടങ്ങി. അതുപോലെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു വിശ്വാസമാണ് ഇവരെ. ഈ വ്യക്തി എപ്പോഴും ഏതെങ്കിലും രീതിയിൽ നിങ്ങളോട് വഴക്കിടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്തെങ്കിലും ഒരു വലിയ വഴക്ക് നിങ്ങളോട് എപ്പോഴും ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്തയാണ് ഇവർക്ക് ഉള്ളത്. എപ്പോഴും നിങ്ങളുടെ ആ ഒരു നല്ല രീതിയിൽ നിങ്ങളുടെ ആ ഒരു ഈ ബാലൻസ് ആയിട്ടുള്ള സിറ്റുവേഷനെ ഇൻബാലൻസ് ആക്കി നിങ്ങളെ കരയിപ്പിക്കുക, നിങ്ങളെ വിഷമിപ്പിക്കുക, അതാണ് ഈ വ്യക്തിയുടെ എയിം. അതായത് എങ്ങനെയെങ്കിലും നിങ്ങളെ ആ വഴക്കിട്ട് വലിയ ഒരു ആൾക്കാരൊക്കെ കേൾക്കുന്ന രീതിയിൽ ആ വഴക്കിനെ കൊണ്ടുപോവുക, അതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലുണ്ട് എങ്കിൽ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ദൂരെ മാറാൻ ഡിസ്റ്റൻസ് ഉണ്ടാവാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ചന്ദ്രഗ്രഹണം വരാൻ പോവുകയാണ്. ഒരു ചന്ദ്രഗ്രഹണം നിങ്ങളുടെ ആ ഒരു മാനസികമായിട്ടുള്ള ആ ഒരു മോശം സാഹചര്യത്തെ നിങ്ങളിൽ നിന്ന് ദൂരെ മാറ്റുന്നതായിട്ട് സഹായിക്കുന്നു ചന്ദ്രഗ്രഹണം. അതായത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഈ ഒരു വ്യക്തി കാരണം ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ക്ലേശം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അത് നിങ്ങൾക്ക് മാനസികമായിട്ടൊരു ശാന്തിയും സമാധാനവും ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ചന്ദ്രഗ്രഹണത്തിന് ശേഷം നെഗറ്റീവ് എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പുറത്തു വരാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഈ ഒരു റീഡിങ് കണ്ടതിന് ശേഷം ചെറിയ ചെറിയ രീതിയിലുള്ള പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന ഈ ഒരു റീഡിങ് കണ്ടതിന് ശേഷം ഉണ്ടാകും. അതായത് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എന്തോ ഒരു പരിവർത്തനം ഉണ്ടാവുന്നതായിട്ട്.
അതായത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നെഗറ്റിവിറ്റി അകലാൻ പോകുകയാണ് എന്നുള്ള സൂചന നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ ഇങ്ങനെ ഒരു സൂചന നിങ്ങൾക്ക് ലഭിച്ചാൽ പോലും വീണ്ടും നിങ്ങൾ ഭയങ്കരമായിട്ട് കൺഫ്യൂഷനിലായിരിക്കും. ഇല്ല, ഒരു നെഗറ്റിവിറ്റി അവസാനിച്ചില്ല, ഇപ്പോഴും എൻ്റെ ലൈഫിൽ നെഗറ്റിവിറ്റി ഉണ്ട്, അങ്ങനൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകും. നെഗറ്റിവിറ്റി അവസാനിച്ചാലും നിങ്ങളുടെ മനസ്സിലിങ്ങനെ തോന്നലായിരിക്കും. ഇവിടെ ഒരു കുട്ടിക്ക് സമാധാനവും ശാന്തിയും കിട്ടാൻ വേണ്ടി അവരുടെ ആ ഒരു ഇൻഡ്യൂഷനിൽ അവർക്ക് തോന്നിപ്പിക്കും, എൻ്റെ ലൈഫിൽ സമാധാനവും ശാന്തി വരാൻ പോവുകയാണ് എന്നുള്ള ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് തോന്നിയാൽ പോലും നിങ്ങളത് വിശ്വസിക്കത്തില്ല. ദൈവം മുന്നോടിയായിട്ട് നിങ്ങൾക്ക് തോന്നിപ്പിക്കുന്നതാണ്, ഇനിയെങ്കിലും സമാധാനവും ശാന്തിയും നിങ്ങൾക്ക് ഉണ്ടാവും, അതുകൊണ്ട് ഇങ്ങനെ വിഷമിക്കരുത് എന്ന് പറയുന്ന. പക്ഷെ അപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷനായിരിക്കും. ഇവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു തെറ്റും ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങളുടെ കൂടെ ആൾക്കാർ തെറ്റ് ചെയ്യുന്നു. അതാണിപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ എന്ത് നല്ലത് ചെയ്താലും നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കുന്നത് മോശമായിരിക്കും. ഇവിടെ നിങ്ങളുടെ ആ ഒരു വിഷമം കാരണം ദൈവത്തിനോടും പറഞ്ഞിട്ടുണ്ടായിരിക്കും, ദൈവമേ ഞാൻ എത്ര പേർക്ക് നല്ലത് ചെയ്യുന്നു, എന്നിട്ട് എനിക്ക് ലഭിക്കുന്നത് അവരുടെ ഭാഗത്തുനിന്ന് മോശമാണല്ലോ എന്ന്. ഇവിടെ നിങ്ങൾ ആർക്കെങ്കിലും ആഹാരം കഴിക്കാനുള്ള വ്യവസ്ഥ ചെയ്തിട്ടുണ്ടാകും, എന്നിട്ടും നിങ്ങൾക്ക് നേരെ മോശം ഉണ്ടാകുന്നു. വെള്ളം കുടിക്കാനുള്ള വ്യവസ്ഥ ചെയ്തിട്ടുണ്ടാകും, എന്നിട്ടും നിങ്ങൾക്ക് നേരെ മോശമുണ്ടാകുന്നു. വസ്ത്രം ദാനം ചെയ്തിട്ടുണ്ടാകും, എന്നിട്ടും നിങ്ങളുടെ നേരെ തെറ്റ് സംഭവിക്കുന്നു. അത് നിങ്ങൾ അങ്ങോട്ട് ആർക്കൊക്കെ എന്തൊക്കെ സഹായം ചെയ്തിട്ടും ഇങ്ങോട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് മോശമാണ്. ഇതൊരിക്കലും നിങ്ങളുടെ നന്മയുടെ ആ ഒരു ഇതല്ല. നിങ്ങളുടെ ഗ്രഹനിലയിൽ നിങ്ങളുടെ ആ ഒരു ഗ്രഹത്തിൻ്റെ ആ ഒരു സ്ഥാനം എവിടെയാണ്, അതനുസരിച്ചാണ് നിങ്ങൾക്ക് മോശം അനുഭവങ്ങൾ ലഭിക്കുന്നത്. അതായത് ചില സമയം നമുക്ക് ചില കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല, എന്നിട്ട് നമ്മൾ ആ ഒരു കാര്യം ചെയ്യുന്നു. പക്ഷെ അതിൻ്റെ ആ ഒരു ഇതായിട്ട് നമുക്ക് മോശം അനുഭവം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് അന്ന് ആ സമയം ആ കാര്യം ചെയ്യേണ്ടിയിരുന്നു എന്ന്. അതായത് നിങ്ങൾ ചിലപ്പോൾ ആർക്കെങ്കിലും വേണ്ടി നല്ല രീതിയിൽ വെള്ളം കുടിക്കാനുള്ള വെള്ളം നിങ്ങൾ മനുഷ്യർക്ക് വേണ്ടിയാലും എന്തെങ്കിലും ഒരു വ്യവസ്ഥ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ പിന്നെ നിങ്ങൾക്ക് തോന്നുന്നു ഈ ഒരു കാര്യം ഞാൻ ചെയ്യുന്നതിലൂടെ എനിക്ക് കുറച്ചും കൂടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുകയാണ് ചെയ്യുന്നത്, കുറയുകയില്ല എന്ന്. ഇവിടെ ഇങ്ങനെ നിങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞ് ഒരിക്കലും നിങ്ങൾക്ക് ഇനി ചെയ്യാൻ പാടില്ല അങ്ങനെയല്ല, നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ആ ഒരു പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ അല്ലെങ്കിൽ മനുഷ്യർക്കോ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ചില സമയം നമുക്കിത് ചെയ്യുന്നതിലൂടെയല്ല പ്രശ്നം വരുന്നത്, നമ്മുടെ ആ ഗ്രഹത്തിൻ്റെ ആ ഒരു സ്ഥാനം മാറുമ്പോഴും നമുക്ക് അങ്ങനെ പ്രശ്നം വരും. ഇവിടെ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കൊരിക്കലും തെറ്റായ ഒരു എഫക്റ്റ് വരത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഒരാൾക്ക് വെള്ളം ദാഹിക്കുന്ന ഒരാൾക്ക് വെള്ളം കൊടുക്കുന്നത്, ആ വിശന്നിരിക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നത്, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്ന, അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന ഒരിക്കലും നിങ്ങൾക്ക് മോശം വരത്തില്ല. പക്ഷേ നിങ്ങളുടെ ആ ഒരു ഗ്രഹനിലയിലെ ആ ഒരു ഗ്രഹങ്ങളുടെ സ്ഥാനം മാറുമ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മോശം അനുഭവം വരുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ തെറ്റിദ്ധാരണ നിങ്ങൾ മാറ്റുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഇവിടെ വർക്ക് പ്ലേസിലാവട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിനടുത്തുള്ളവരാകട്ടെ, നിങ്ങളുടെ മേൽ മോശം ദൃഷ്ടി ആരെങ്കിലും വച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. പിന്നെ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ആ ഒരു വലയിൽ വീഴാതിരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ആ ഒരു മോശം ദൃഷ്ടി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നതായിട്ട് പിന്നെ ഒരിക്കലും ഇവരുടെ വലയിൽ വീഴാതിരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഈ ഒരു ചന്ദ്രഗ്രഹണം നിങ്ങൾക്ക് വളരെ വിശേഷമാവാൻ പോകുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഒട്ടും തന്നെ മാനസികമായിട്ട് ശാന്തിയില്ല. നിങ്ങളുടെ മാതാവ് അല്ലെങ്കിൽ മാതാവ് സംബന്ധമായിട്ടുള്ള ആ ഒരു സ്ത്രീയുമായിട്ട് ഒരു രീതിയിലും നല്ല രീതിയിൽ ഒരു ബന്ധം വയ്ക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊരു മാറ്റം ഉണ്ടാവുന്നതായിട്ട്, പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് എപ്പോഴും നിങ്ങൾക്ക് ഒരു മനസ്സിലൊരു പേടിയാണ്, ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് എപ്പോഴും നിങ്ങളുടെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ആ ഒരു എനർജി എപ്പോഴും തെറ്റായ കാര്യങ്ങളിലാണ് ആകർഷിക്കപ്പെടുന്നത്, നല്ല കാര്യങ്ങളിൽ ആകർഷിക്കപ്പെടുന്നില്ല. ചില സമയം ഈ ഒരു കാലാവസ്ഥ മാറുന്നതനുസരിച്ച് അതനുസരിച്ചുള്ള രോഗങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങൾക്കുണ്ടാവുക. കഫ്, കോൾഡ്, ഫീവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ളതായിട്ട് നിങ്ങൾക്ക് സംഭവിക്കുന്നു. ഇതുകൂടെ ലെഫ്റ്റ് കണ്ണ്, ആ ഒരു കണ്ണ് റിലേറ്റഡായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ പൂർണിമ എന്നൊക്കെയാണോ വരുന്നത് അന്നത്തെ ദിവസം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചന്ദ്രനെ നോക്കി നിങ്ങളുടെ വീട്ടിൽ ഒരു കിണ്ടിയോ അല്ലെങ്കിൽ ഗ്ലാസ്സോ ഉണ്ടെങ്കിൽ അതിൽ വെള്ളം എടുത്ത് ചന്ദ്രൻ്റെ നോക്കിയിട്ട് ആ വെള്ളം നമ്മൾ സമർപ്പിക്കുക.
ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ മാനസികമായിട്ട് അശാന്തി ഉള്ളവർക്കൊരു ശാന്തി ലഭിക്കുന്നതായിട്ട്. കൂടുതലും പറ്റുമെങ്കിൽ വൈറ്റ് കളർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ. ഇനി OCDയുടെ പ്രശ്നം നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിലും നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വൈറ്റ് കളർ വസ്ത്രം നിങ്ങൾക്കുള്ളതായിട്ട് ധരിക്കുമ്പോൾ. ഇനി ഇത് പറ്റിയില്ല എങ്കിൽ ശിവലിംഗത്തിൽ ജലം അർപ്പിക്കുക. നിങ്ങളുടെ പറ്റുന്ന ദിവസങ്ങൾ തിങ്കളാഴ്ച അല്ലെങ്കിൽ നിങ്ങളുടെ നാൾ വരുന്ന ദിവസമൊക്കെ ധാര ശിവഭഗവാന് ചെയ്യുന്നത് മാനസികമായിട്ട് ഒരു അശാന്തി മാറി ശാന്തി ലഭിക്കുന്നതിന് നിങ്ങളെ സഹായിക്കും. നെഗറ്റീവ് ചിന്തകൾ ആവശ്യമില്ലാതെ ഇങ്ങനെ വരുന്നത് അതിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ഇങ്ങനൊരു ധാര നിങ്ങൾ ചെയ്യുന്നതിലൂടെ സഹായിക്കും. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഏത് രീതിയിലുള്ള പേടിയാണെങ്കിലും അത് അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഒരു ശുഭകരമായിട്ടുള്ള പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. സെക്കൻഡ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ടാർഗറ്റിൽ ഫോക്കസ് ചെയ്യുന്നില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ടാർഗറ്റിൽ ഫോക്കസ് ചെയ്യണം. കാരണം ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ വഴിമാറി ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പാടില്ല. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ ഭ്രമത്തിൻ്റെ ആ ഒരു സ്ഥിതി ഭയങ്കരമായിട്ട് ഉണ്ടാകും. പക്ഷേ ആ ഒരു ഭ്രമമെല്ലാം മാറ്റി നിങ്ങൾ ലൈഫിൽ മുന്നോട്ട് പോകണം. ഇപ്പോഴത്തെ ആ ഒരു സ്ഥിതികൾ വളരെ ചെറിയ ഒരു സ്ഥിതിയായിട്ടെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ അത് പോകെ പോകെ വളരെ വലിയൊരു സ്ഥിതിയായി മാറും. അതുകൊണ്ട് നിങ്ങൾ അവരുടെ ആ ഒരു വലയിൽ അതിലൊന്നും വീഴാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകണം. നെക്സ്റ്റ് എനർജി എന്ന് പറയുന്നത് സഡനായിട്ട് എന്തെങ്കിലും അത്ഭുതം തോന്നുന്ന രീതിയിൽ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ന്യായം സംഭവിച്ചു എന്നുള്ള ഗുഡ് ന്യൂസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും. ഇത്രയും കാലം ഒരു ന്യായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇപ്പോഴാണ് നടന്നത്. എന്തായാലും ഇപ്പോഴും നടന്നല്ലോ. ഞാനതിനെ കാര്യം അങ്ങ് വിട്ടുകളഞ്ഞു. ഇല്ല, ഇനി അതിൽ ന്യായം സംഭവിക്കത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് സഡനായിട്ട് ഒരു ന്യായം സംഭവിച്ചതായിട്ട് എനിക്ക് അറിയാൻ സാധിച്ചത്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പെട്ടെന്ന് സഡനായിട്ട് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു അത്ഭുതം തോന്നും. ഒരു ചന്ദ്രഗ്രഹണത്തിന് മുന്നേ ഉള്ള 6 ദിവസം അല്ലെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഇതുകൂടാതെ സഡനായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു അതിഥി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഈ ഒരു വ്യക്തി വീട്ടിൽ വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ആ വ്യക്തിയുമായിട്ടൊരു സമ്പർക്കം താല്പര്യമില്ല. പക്ഷേ ആ വ്യക്തി വന്നതിന് ശേഷം കുറച്ചുകൂടെ ടെൻഷൻ നിങ്ങളുടെ ലൈഫിൽ കൂടുന്നതായിട്ട് അങ്ങനെ ഇത് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഒരു വ്യക്തിയോട് നിങ്ങൾ അത്രത്തോളം അത്രത്തോളം ഒരു എന്താ പറയുക സമ്പർക്കം അത്ര മാത്രമേ വയ്ക്കുന്നുള്ളൂ. പക്ഷെ ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അതിഥിയായിട്ട് വരുമ്പോൾ നിങ്ങൾക്കൊട്ടും തന്നെ ആ വ്യക്തിയുമായിട്ട് സമ്പർക്കം ചെയ്യാനേ താല്പര്യമില്ല. കുറച്ച് മാത്രമാണ് നിങ്ങൾ അവരോട് സംസാരിക്കുന്നത് പോലും. ആ വ്യക്തി നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് പോലും അത്ഭുതം തോന്നും. അങ്ങനെ എന്തോ ഒരു ന്യൂസ് ആ വ്യക്തിയുടെ വായിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ സംഘർഷങ്ങൾ കുറയ്ക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇങ്ങനൊരു ഉപായം നിങ്ങൾ ചെയ്യുക. പക്ഷികൾക്ക് ആഹാരം കൊടുക്കുക. അത് നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിലെ സംഘർഷങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകും. അതായത് പക്ഷികൾക്കുള്ള ഗോതമ്പോ അരിയോ ധാന്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ വീട്ടിലുണ്ടാക്കിയ ചോറ് അങ്ങനെയല്ല, ധാന്യങ്ങൾ. പക്ഷികൾക്ക് ധാന്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണല്ലോ. അല്ലെങ്കിൽ പക്ഷികൾക്കുള്ള ബേഡ്സ് ഫുഡുണ്ടല്ലോ, അത് കൊടുക്കുന്നത് നല്ലതാണ്. ഇവിടെ ഈ ഒരു സമയം നിങ്ങൾ വാട്ടർ അഫർമേഷൻസ് പറയുന്നത് നല്ലതാണ്. കാരണം ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം ഇതെല്ലാം അടുത്തടുത്തല്ലേ. അതുകൊണ്ട് നിങ്ങൾ വാട്ടർ അഫർമേഷൻസ് പറയുക. ഫസ്റ്റ് നിങ്ങളുടെ ആരോഗ്യ റിലേറ്റഡ് ആയിട്ടുള്ള അഫർമേഷൻസ് പറയുക. എന്നെ ദീർഘായു ആക്കി മാറ്റണേ ഭഗവാനെ, ഒരു ഹെൽത്ത് ഇഷ്യൂവും എനിക്ക് ഉണ്ടാവരുത്. അങ്ങനെ നിങ്ങളുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയാണോ അഫർമേഷൻസ് നിങ്ങൾക്ക് പറയാനുള്ളത് അത് പറയുക. എന്നിട്ട് ആ വെള്ളം നിങ്ങൾ കുടിക്കുക. പിന്നെ എന്ത് ആഗ്രഹം പറയുന്നുണ്ടെങ്കിലും നന്ദി പറയുക. അതായത് എന്നെ ദീർഘായു ആക്കി മാറ്റിയതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്. പിന്നെ നിങ്ങളുടെ വിഷ് എന്താണോ, എനിക്കൊരു വീട് സ്വന്തമായി ലഭിച്ചതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്. അങ്ങനെ നിങ്ങളുടെ വിഷ് എന്താണോ അത് നടന്നായിട്ട് പറഞ്ഞിട്ട് ആ വെള്ളം കുടിക്കുക. ഇവിടെ എന്ത് കാര്യത്തിലും ഗ്രാറ്റിറ്റ്യൂഡ് വളരെ അത്യാവശ്യമാണ്. ഇവിടെ ഒരു വ്യക്തി നമുക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ആ വ്യക്തിക്ക് നന്ദി പറയേണ്ടതാണ്.
അല്ലാതെ എൻ്റെ ലൈഫിൽ എല്ലാം നല്ലത് സംഭവിച്ചതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്. എല്ലാം എൻ്റെ കാര്യം മാത്രം അങ്ങനെ പറയരുത്. നമുക്ക് വേണ്ടി ആരെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ പറയണം. ഇവിടെ ഇതുവരെ നിങ്ങൾക്ക് മാതൃത്വത്തിൻ്റെ ആ ഒരു സുഖം ലഭിച്ചില്ല എങ്കിൽ ഇനി അങ്ങോട്ട് ഈ ഒരു ചന്ദ്രഗ്രഹണത്തിന് ശേഷം നിങ്ങൾക്ക് മാതൃത്വത്തിൻ്റെ സുഖം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ സന്താനം റിലേറ്റഡ് ആയിട്ട് സന്തോഷ വാർത്ത നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട്, അവർക്ക് ജോലി ലഭിച്ചെങ്കിലോ സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിലോ അവർ റിലേറ്റഡ് ആയിട്ട് നല്ല ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ കുട്ടികളുടെ പഠിത്തം അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയിൽ തടസ്സം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥന ചെയ്യുക, സമർപ്പിക്കുക. ദൈവം ഉറപ്പായിട്ടും അവരുടെ ആ ഒരു തടസ്സങ്ങൾ മാറ്റിക്കൊടുക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ വർക്കിൽ ഒരു ഗ്രോത്ത് ഉറപ്പായിട്ടും ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ 1, 2, 3 നമ്പർ, അങ്ങനെ ഒരു നമ്പർ കൂടിയ നമ്പർ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ പടികൾ കാണാൻ സാധിക്കും. ഇതെല്ലാം നിങ്ങളുടെ ആ ഒരു വർക്കിൽ ഗ്രോത്ത് ഉണ്ടാവുന്നത് റിലേറ്റഡ് ആയിട്ടാണ്. അല്ലെങ്കിൽ മുകളിലോട്ടുള്ള ആരോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ എന്ത് ജോലി നിങ്ങൾ ചെയ്യുന്നവരാകട്ടെ നിങ്ങളുടെ പൈസ കൂടുതലായിട്ട് നിങ്ങളുടെ കയ്യിൽ വരും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ക്യാഷ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും തടസ്സം നിങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ ആ ഒരു തടസ്സം മാറുന്നതായിട്ട്, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ജോലി നല്ലതായിട്ട് നടക്കും, സന്തുഷ്ടമായിട്ടുള്ള ജീവിതം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്ത് കാര്യമാണോ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത് വളരെ നല്ല രീതിയിൽ നടക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു സന്തോഷമായിട്ടിരിക്കുന്ന ഒരു വ്യക്തി, അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു എനർജി, നിങ്ങൾ വളരെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു. എല്ലാ രീതിയിലും ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ നിങ്ങൾ ഹാപ്പി ആവുന്നതായിട്ട്. അതായത് നിങ്ങൾ ഒട്ടും വിചാരിക്കില്ല ഈ ഒരു സമയം ഈ ഒരു കാര്യം നല്ലതായിട്ട് നടക്കുമെന്ന്. അങ്ങനെ ഒരു കാര്യം നല്ലതായിട്ട് നടക്കുന്നതായിട്ട്. ഇവിടെ ഒരു ഭ്രമമായിട്ടുള്ള ആ ഒരു അവസ്ഥ ഉറപ്പായിട്ടും വരും. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ആ ഒരു ഭ്രമത്തിൽ വീണു പോവരുത്. ഇവിടെ എന്തായാലും നിങ്ങളുടെ വീട്ടിലുള്ളവരാണെങ്കിലോ നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ളവരാണെങ്കിലോ നിങ്ങളുടെ വീട്ടിനടുത്തുള്ളവരാണെങ്കിലോ ആരായിക്കൊള്ളട്ടെ, നെഗറ്റീവ് എനർജിയുമായിട്ടൊരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.